എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് സംഗമേശ്വരം അയ്യർ മാണിക്യമാണ്. സോ വെൽക്കം ടു മറുനാടൻ മലയാളി. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. കന്നഡ സീരിയൽ താരം ശരത് ബാല, അദ്ദേഹം ഒരു പീഡന കേസിൽ അറസ്റ്റിലാവുന്നു. പ്രധാനമായി ഉണ്ടായിരുന്ന ആരോപണം, പീഡനം നേരിട്ട സ്ത്രീയുടെ പ്രൈവറ്റ് വീഡിയോ ഇയാൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് ഏറ്റവും അവസാനം നടന്ന നമ്മൾ നോട്ട് ചെയ്ത ഇൻസിഡന്റ് ആണ്. ഇതുപോലെ ചെറുതും വലുതുമായും അല്ലെങ്കിൽ ഇങ്ങനെ ഭീഷണി വന്ന് ആത്മഹത്യ ചെയ്ത ധാരാളം കേസുകളുണ്ട്. സാർ, ഇങ്ങനത്തെ ഒരു ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഇതൊരു വളരെയായിട്ട് വർദ്ധിക്കുകയാണല്ലോ. എസ്പെഷ്യലി അവര് പരസ്പര സമ്മതത്തോടെ ചെയ്തൊരു കാര്യം പ്രണയം നിർത്തുന്ന സമയത്ത് അത് ടൂളായി മാറുകയാണല്ലോ. അതെ, തീർച്ചയായും. അപ്പൊ ഇതില് ഈ ഇലക്ട്രോണിക് യുഗം അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യയുടെ അഡ്വാൻസ്മെന്റും AI അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉള്ളത് കാരണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കൽ ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോ വീഡിയോ ആവാം, അല്ലെങ്കിൽ ഓഡിയോ ആവാം, അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് ആവാം. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, അത് ശരിയായ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ശരിയായ രീതിയിൽ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് എപ്പോഴും റിക്കവർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന് പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഒരിക്കൽ ഒരു ഡിജിറ്റൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോ വീഡിയോ ആവാം, അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് ആവാം, ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് അത് വേറൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ കൺട്രോൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് അയക്കരുത് എന്ന് നമുക്ക് വേറൊരാളോട് പറയാം അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം എന്നല്ലാതെ നമുക്ക് അതിൽ കൺട്രോൾ ഇല്ല. സോ വൺസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴോ അത് പല തവണ ഉപയോഗിക്കപ്പെടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ അതിന് സമ്മതിക്കാനോ സമ്മതിക്കാതിരിക്കാനോ ചെയ്യാൻ. അപ്പൊ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞ ശേഷം അത് പല ഡിവൈസിലേക്ക് മാറ്റപ്പെടും, അല്ലെങ്കിൽ പല ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടും, ഇമെയിൽ ആയിട്ട് അയക്കാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അയക്കാം, അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ പൊട്ടൻഷ്യൽ അത് തിരിച്ചു വന്ന് നമ്മളെ ഹോണ്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വൺസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ഇറ്റ് വിൽ ഓൾവേസ് ബി ദർ അൺലെസ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡിസ്ട്രോയിഡ്. അല്ലെങ്കിൽ ഡേറ്റ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നതും ഒരു ഡേറ്റ ലൈഫ് സൈക്കിളിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഒരു വീഡിയോ ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അത് കഴിഞ്ഞ് അത് എങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് മാത്രം സഫീഷ്യന്റ് അല്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു, ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിന് സെക്യൂർ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പല ടെക്നിക്സ് ഉണ്ട്. ഷ്രെഡിങ് എന്ന് പറയും. അങ്ങനെ ഷ്രെഡിങ് ചെയ്ത ശേഷം അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് സാധാരണക്കാർക്ക് വളരെ കുറവാണ്. അഡ്വാൻസ്ഡ് ടൂളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലോകമെമ്പാടുമുള്ള പല അന്വേഷണ ഏജൻസീസും അല്ലെങ്കിൽ ഫോറൻസിക്സ് ടീംസ് ഒക്കെ അതിന്റെ റിക്കവറി ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, AI കൊണ്ട് ഒരുപാട് ഇമേജസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മോഫ് ചെയ്തിട്ടുള്ള ഇമേജസ് കുറച്ച് നാളുകളായിട്ട്, എസ്പെഷ്യലി ലൈംലൈറ്റിൽ നിൽക്കുന്ന ആക്ട്രസിന്റെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച മെമ്മറി കാർഡ് ഇഷ്യൂൽ ഉൾപ്പെടെ. അപ്പം ഇതിനകത്തൊരു എത്ര കണ്ടൊരു ആൾ സേഫ് ആണെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഒരാളുടെ സേഫ്റ്റി, അയാളുടെ പ്രൈവസിയിലേക്ക് ആർക്കും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ? ഇവൻ സെൻഡ് ചെയ്തത് ഓക്കെ, നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത് വേറൊരാളുടെ കയ്യിലുള്ള ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഇമേജസ് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അതിനെ വീഡിയോ വെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ടെക്നോളജി വളർന്നിട്ടുണ്ടല്ലോ. ഹൗ മച്ച് പ്രൈവസി വി ഹാവ് ഇൻ ദിസ് സെഞ്ചുറി എന്നൊരു ചോദ്യമാണ്. AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, നമ്മളിപ്പോ 2025 ഒരു സെക്യൂരിറ്റി ഫോർകാസ്റ്റ്, അതായത് ഒരു എന്തൊക്കെ രീതിയിൽ നമുക്കെതിരെ അറ്റാക്ക് വരാം, സൈബർ ലോകത്ത് നമുക്കെതിരെ ഒരു ആക്രമണങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഒരു പ്രശ്നം പിടിച്ച ഏരിയ തന്നെയാണ്. എന്താണ് അതിന്റെ ഒരു കീ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതില് നമുക്കൊരു ഇൻപുട്ടായിട്ട് ഒരു സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ചറോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ, ഒരാളുടെ മുഖം അല്ലെങ്കിൽ ഫോട്ടോസ് പല രീതിയിൽ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അവർ തന്നെ ഷെയർ ചെയ്തതോ ആയ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ നിന്ന് സാമ്പിൾ ചെയ്തിട്ട്, അതാണ് ആക്ച്വലി സോഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ഒരാളുടെ രൂപഭാവങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ മുഖമോ ക്രിയേറ്റ് ചെയ്തിട്ട് AI മുഖേന അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ
ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. അതിപ്പോ നമ്മൾ കണ്ടതാണല്ലോ. അതിപ്പോ ശങ്കറിന്റെ ഇന്ത്യൻ 2-ല് നമ്മള് മൺമറഞ്ഞു പോയ മഹാനടൻ ശ്രീ നെടുമുടി വേണുവിനെ എങ്ങനെയാണ് അവര് AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് പല രീതിയിലും ഈ ടെക്നോളജി യൂസ് ചെയ്യാം. കാരണം ടെക്നോളജിക്ക് അത് എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ടെക്നോളജിക്ക് അറിയില്ല. അത് നമ്മളാണ് അത് എങ്ങനെ യൂസ് ചെയ്യുന്നു, നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടോ അതോ നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ AI എന്ന് പറയുന്നത് ഒരു അപ്കമിങ് ഏരിയ ആണ്. ഓൾറെഡി കുറെ നല്ല പോസിറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സൊസൈറ്റിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. പക്ഷെ അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഫേക്ക് ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോ ഫേക്ക് വീഡിയോസ് അല്ലെങ്കിൽ ജനറേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാര് അല്ലെങ്കിൽ നേതാക്കൾ ഇവരൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സാപ്പിൽ വരും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും. അപ്പൊ അങ്ങനത്തെ ഡോക്ടേർഡ് വീഡിയോസ്, അതായത് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോസ് അതിന്റെ എണ്ണം കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമേറ്റഡ് ആണല്ലോ. നമ്മളൊരു സാമ്പിൾ ആയിട്ട് ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ യൂസ് ചെയ്തിട്ട് അതിന്റെ ഫേസ് മാത്രം അല്ലെങ്കിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു പ്രഡിക്ഷൻ മോഡലിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രഡിക്ഷൻ മോഡലിൽ യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ന്യൂസുകളും ചിലപ്പോൾ സത്യമായിക്കൊള്ളണം എന്നില്ല. അതിന്റെ ഉറവിടം അത് ശരിയായ ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ അത് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് ചെക്ക് ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായ ഒരു ന്യൂസ് ആണോ അതല്ല ശരിക്കുള്ള നിജസ്ഥിതി എന്താണ് എന്നറിയാനുള്ള പല ടൂൾസും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത് ഇത് ഈ ന്യൂസ് ശരിക്കുള്ള ന്യൂസ് ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതും ഉണ്ട്. പല ജേർണലിസ്റ്റുകളും അങ്ങനത്തെ ഓൺലൈൻ ടൂൾസ് വരെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡൗട്ട്. ഇതിപ്പം പല കൊലപാതകങ്ങൾ ഇപ്പോ മൊബൈൽ ഫോണൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഒരു മിനി കമ്പ്യൂട്ടർ ആയിട്ട് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇത് ഹാൻഡി ആയിട്ടുള്ള സമയത്ത് പല കേസുകളിൽ നിർണായക തെളിവുകളാകുന്നത് ചാറ്റുകളോ അല്ലെങ്കിൽ ഈ ക്രിമിനൽസ് തമ്മിൽ സംസാരിച്ച ഓഡിയോ കോളുകളോ അല്ലെങ്കിൽ കോൾ റെക്കോർഡ്സോ മറ്റു പലതുള്ളതായിരിക്കും. അപ്പം ഇതിനകത്ത് ഒരു പെർമനന്റ് ഡിലീറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? നമുക്കത് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ ഉള്ളത് അതോ പെർമനന്റ് ഡിലീഷൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റയുടെ ലൈഫ് സൈക്കിൾ പോലെയാണ്. അത് ഈ ഡേറ്റ എപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളൊരു വീഡിയോ ഫയലിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, അതിന്റെ ഇടയിൽ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിജിറ്റൽ ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈസിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാം. അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല, അത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല ഡിവൈസിൽ നിന്ന്. അതിന് ഷ്രെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഷ്രെഡിങ് എന്ന് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലിനെ തന്നെ പലതവണ റീറൈറ്റ് ചെയ്യുകയും അതിനെ മുഴുവൻ എല്ലാം ഡിജിറ്റലാണല്ലോ. അപ്പൊ ഡിജിറ്റൽ ആവുമ്പോൾ 0ഉം 1ഉമാണ്. അപ്പൊ അതൊക്കെ റീറൈറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ കുറെ വാല്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓവർ റൈറ്റ് ചെയ്ത് അത് ചെയ്യും. അതിൽ ഓരോന്നിനും ഓരോ പാസ് എന്ന് പറയും. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ഷ്രെഡ് ചെയ്യുന്നതാണ് ഒരു പാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോ പല രാജ്യങ്ങളുടെ ഡിഫൻസ് ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് 7 പാസ് ഉണ്ട്, ചിലപ്പോൾ 32 പാസ് ഉണ്ട്. അപ്പോൾ അത്രയും സമയം ഈ ഫയൽസ് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. പക്ഷെ ഇതിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. പല ഏജൻസികളും പല രീതിയിലുള്ള ടൂൾസും യൂസ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഡിജിറ്റൽ ഡിവൈസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ആ ഫയൽ ഇല്ലാതാവുന്നില്ല. അത് റിക്കവർ ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ഫോണുകളുടെ ഫോറൻസിക് അനാലിസിസിൽ നമ്മൾ അതിന്റെ കുറെ കാര്യങ്ങൾ കണ്ടതാണ്. എങ്ങനെയാണ് ഇത് പലതും റിക്കവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമുക്കിപ്പോ അറിയാം പല രാഷ്ട്രങ്ങളുടെയും നയതന്ത്ര ഡേറ്റകളൊക്കെ പല യുദ്ധ സമയത്തെന്ന് മാത്രമല്ല അല്ലാത്ത ഘട്ടങ്ങളിൽ പോലും ചോർത്തുന്നതും ഇപ്പോ അത് വലിയ രീതിയിൽ വാർത്തകളാവുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ സാർ തന്നെ പലപ്പോഴും മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ആധാർ കാർഡിന്റെ നമ്മുടെ ഡേറ്റ ചോർച്ച. ഈ നമുക്ക് എല്ലാ സെക്യൂരിറ്റിയും ബ്രീച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണോ? അതായത് ഒരിക്കലും അൺറീച്ചബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ഈ സൈബർ ലോകത്തുണ്ടോ? അതോ ഒരു മികച്ചൊരു ഹാക്കർക്ക് ഇത്തരത്തിലുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റയും ചോർത്തിയെടുക്കാൻ പറ്റും? ഓക്കെ, ഈ സൈബർ സെക്യൂരിറ്റി ലോകത്ത് ദർ ഈസ് നത്തിങ് 100% സെക്യൂർ എന്നുള്ളൊരു
ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും 100% ആയിട്ട് നമുക്ക് സെക്യൂർ ആണെന്ന് പറയാൻ പറ്റില്ല. റിസ്ക് പരമാവധി നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ റിസ്ക് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനാണ് പലവിധ ടൂൾസുകളും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാക്ക് ചെയ്യപ്പെടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രൂ ദ നെറ്റ്വർക്ക് റിമോട്ടായിട്ട് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ നെറ്റ്വർക്കിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിക്കും. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനാണ്. അപ്പൊ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത് ഓൺലൈനാണ്, നമ്മൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് ഓൺലൈനാണ്, ക്ലൗഡിലേക്ക് ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു കണക്ഷൻ, ഒരു നെറ്റ്വർക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിലൊരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലം അത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മളത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ഡിഫൻസ് ഇൻ ഡെപ്ത് അല്ലെങ്കിൽ ലെയേർഡ് സെക്യൂരിറ്റി എന്ന് പറയും. അതായത് ഒരു സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്യാതെ പല ടൈപ്പിലുള്ള സൊല്യൂഷൻസോ അല്ലെങ്കിൽ ടൂൾസോ ആ സെക്യൂരിറ്റി ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോ ലെവലിൽ നമ്മൾ ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ വീടിന് നമ്മൾ ഒരു പൂട്ട്, മുൻവശത്തെ വാതിലിന് നമ്മൾ ഒരു പൂട്ട് മാത്രം ഇടാതെ പല ടൈപ്പ് പൂട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ താക്കോലായിരിക്കും ചിലപ്പോൾ വേണ്ടി വരിക. അപ്പോൾ ഓരോന്നിനും ഓരോ ടെക്നോളജി യൂസ് ചെയ്യുന്ന കാരണം അതെല്ലാം ബ്രേക്ക് ചെയ്ത് വരാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ ഡോർ തന്നെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസസും നമുക്ക് അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഡിഫൻസ് ഇൻ ഡെപ്ത്, അതായത് 2-3 ഡോറായിട്ട് കൊടുക്കുക, അങ്ങനെ കുറെ ടെക്നിക്സ് ഉണ്ട്. അതിന് ഡിഫൻസ് ഇൻ ഡെപ്ത് അല്ലെങ്കിൽ ലെയർഡ് സെക്യൂരിറ്റി എന്നാണ് പറയുന്നത്. അപ്പോ ഇന്റർനാഷണൽ ഇൻഫർമേഷൻസ് ഇങ്ങനെ ബ്രീച്ച് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യമാണ്, നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ കേട്ടതാണ് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്ന വലിയൊരു ശരിക്കും സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പേജർ അറ്റാക്ക്. അതായത് ഹിസ്ബുള്ളയുടെ നേതാക്കളുടെ ഉൾപ്പെടെ സാധാരണക്കാരെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആയിട്ടുള്ള പേജർ അവർ ഹാക്ക് ചെയ്യുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ച് സാർ അനലൈസ് ചെയ്തിരുന്നു? ചെറിയ തോതിൽ ചെയ്തിരുന്നു. പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അന്ന് അനലൈസ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേജർ ഡിവൈസിൽ പൊതുവെ 2 ബാറ്ററീസ് ഉണ്ടാവും. അതായത് ബാറ്ററീസ് പറഞ്ഞാൽ നമ്മുടെ AA അല്ലെങ്കിൽ AAA സൈസിലുള്ള 2 ബാറ്ററീസ് ആയിരിക്കും അതിലുണ്ടാവുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളൊരു പേജർ ഡിവൈസ് പവർ ചെയ്യപ്പെടുന്നത്. ബിക്കോസ് എല്ലാ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനും എന്തെങ്കിലും ഒരു പവർ സോഴ്സ് ആവശ്യമാണ്. ഒന്നുകിൽ ബാറ്ററി ആയിരിക്കും അല്ലെങ്കിൽ പവർ ആയിരിക്കണം. അപ്പോൾ ബാറ്ററി ആയത് കാരണം അതിൽ സംശയിക്കപ്പെട്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്ലൈ ചെയിനിൽ അവർ ഓർഡർ ചെയ്ത ശേഷം അതിൽ വന്നിട്ടുള്ള സപ്ലൈ ചെയിനിൽ ഒന്നുകിൽ ഫാക്ടറിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ബാറ്ററി മാറ്റപ്പെട്ട് അതിന് ആ ബാറ്ററിക്ക് പകരം ആ ബാറ്ററിയുടെ അതേ വെയിറ്റിലുള്ള ഒരു പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കാം. ആ ഒരു ഡിവൈസ് ബാറ്ററി പോലെ കണ്ടാൽ ബാറ്ററി പോലെ തോന്നുന്ന വേറൊരു എക്സ്പ്ലോസീവ് ഡിവൈസ് ആയിരിക്കും ചിലപ്പോൾ ബാറ്ററിക്ക് പകരം മാറ്റപ്പെട്ട് അത് അവിടെ നിന്ന് തന്നെ സീൽ ചെയ്ത് ചിലപ്പോൾ അയക്കപ്പെട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ റിമോട്ടായിട്ട് ഒരു മെസ്സേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പേജസിലൊക്കെ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വൈബ്രേറ്റ് ചെയ്ത് അലർട്ട് തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിലൊരു മോട്ടർ ഉണ്ടാവും. അപ്പൊ ആ മോട്ടർ യൂസ് ചെയ്ത് വൈബ്രേഷൻ യൂസ് ചെയ്ത് ട്രിഗർ ചെയ്യുന്ന ടൈപ്പ് എക്സ്പ്ലോസീവ് ആയിരിക്കും ചിലപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ കണ്ടിട്ടില്ല. മേ ബി അത് ഇപ്പോഴും അത് ചിലപ്പോൾ പുറത്തു വിടാത്തതായിരിക്കാം. പക്ഷെ ഇത് സപ്ലൈ ചെയിനിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ തന്നെ കോംപ്രമൈസ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അവര് വലിയ രീതിയിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാര്യം അവർ ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമുക്കൊന്നത് കാര്യം ഇതിന്റെ വിശദാംശങ്ങളൊന്നും അവർ പുറത്തുവിട്ടില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ കാര്യത്തിൽ അവരുടെ ഡിഫൻസീവ് മെക്കാനിസം വർക്ക് ചെയ്യുന്നവർ എല്ലാം ഒന്നും പുറത്തുവിടില്ല, പലതും പുറത്തുവിടാറുണ്ടെങ്കിൽ. അപ്പം പേജർ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗം ഹിസ്ബുള്ള നിർത്തിയതിന് ശേഷമാണ് പേജറിലേക്ക് പോകുന്നത്. അപ്പോ ഓർഡർ ചെയ്ത സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയത് അയക്കുകയായിരുന്നു എന്നാണ് അന്ന് കേട്ട വാർത്ത, പുറത്തു വന്ന വാർത്ത. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സപ്ലൈ ചെയിനിൽ കോംപ്രമൈസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പോൾ കോംപ്രമൈസ് ആയിരിക്കും. ചിലപ്പോൾ ഫാക്ടറിക്ക് അറിയുന്നുണ്ടാവില്ല അതായത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഫാക്ടറിയിൽ നിന്ന് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിന്റെ വെയർ ഹൗസിൽ പോവും, അവിടെ നിന്ന് ചിലപ്പോൾ റീസെല്ലറിന്റെ വെയർ ഹൗസിൽ പോവും. അങ്ങനെയാണ് ചിലപ്പോൾ ഇത് ലോജിസ്റ്റിക്സിലെ മൊത്തമായിട്ട് ഷിപ്പ് ചെയ്തിട്ട് ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് എത്തുന്നത്. അപ്പൊ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് എത്തുന്നതിനിടയ്ക്ക് ചിലപ്പോൾ പല വഴിക്കും കൂടി അത് കടന്നു പോകുന്നുണ്ടാവും. അങ്ങനെ കടന്നു പോകുന്ന വഴിക്കാണ് ചിലപ്പോൾ ഇത് മാറ്റപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ ഒരു പോസിബിലിറ്റി അവിടെ തീർച്ചയായിട്ടും നിൽക്കുന്നുണ്ട്.
ഇനി ഒരു കാര്യം, നമ്മളിപ്പോ ടെക് ലോകത്തിലാണ്, AI ഉണ്ട്, എല്ലാവർക്കും ഹാൻഡ് ചെയ്തിട്ടൊരു മൊബൈൽ ഫോൺ ഉണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മളൊരു ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും? അതുകൂടെ പറയാതെ നമുക്ക് ചർച്ച നടത്താനാവില്ലല്ലോ. നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ലെവൽ സെക്യൂരിറ്റി, അതായത് ഡിവൈസിലേക്കുള്ള ആക്സസ് കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി, പാസ്കോഡ് ഉം. അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ അൺലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും അതിന്റെ ബേസിക്സ് അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു പാസ്കോഡ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു പാറ്റേൺ നമ്മുടെ സ്ക്രീനിൽ ഡ്രോ ചെയ്താൽ മാത്രമേ നമുക്കത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാറ്റേൺ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പാസ്കോഡ് കൊടുക്കുമ്പോഴോ എളുപ്പത്തിലുള്ള പാസ്കോഡുകൾ കൊടുക്കാതിരിക്കുക. അതായത് 1 2 3 4 അല്ലെങ്കിൽ 5 6 7 8 അങ്ങനത്തെ സീക്വൻസ് ആയിട്ടുള്ളത് നമ്പേഴ്സോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ 4 ഡിജിറ്റോ ഒക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെ അത് ഓർമ്മ വയ്ക്കാൻ പറ്റുമോ അതുപോലെ തന്നെ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്കും ആ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ വളരെ കൂടുതലായതുകൊണ്ട് അവർക്ക് നമ്മളുടെ ഡിവൈസ് ആക്സസ് ചെയ്യാം. നിങ്ങളുടെ ഡിവൈസ് എപ്പോഴും നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടായിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ, അതായത് ഒരു 10 സെക്കൻഡ് മതി ചില സെറ്റിങ്സ് ഒക്കെ മാറ്റം വരുത്തി നമുക്ക് തിരിച്ചു തരാം. ഇപ്പൊ നമ്മള് ഇപ്പോ പല വെബ്സൈറ്റ്സിലും അല്ലെങ്കിൽ പല ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന്റെ സൈറ്റിലും നമ്മൾ കാണുന്നുണ്ട് അവരെങ്ങനെയാണ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധയില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഫോണിൽ എന്തൊക്കെ ആ ഒരു 10 15 സെക്കൻഡോ അല്ലെങ്കിൽ 30 സെക്കൻഡോ കൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയില്ല. നമ്മുടെ ഫോൺ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തിട്ട് ചില സെറ്റിങ്സ് ഒക്കെ മാറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് തരുന്നത്. ആൾക്കാരെ സഹായിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ സഹായിച്ചോളൂ. ഒരു ഫോൺ അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ അവർ നിന്ന് സംസാരിക്കുന്നുണ്ടോ, അവർ ആ ഫോണിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ പാസ്കോഡ് കൊടുക്കണം, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ടാണ് നിങ്ങളുടെ ഫോൺ ലോക്കും അൺലോക്കും ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ബേസിക് സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ ആണ്. പിന്നെ നിങ്ങൾ ആരുമായി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ ആവാം, അല്ലെങ്കിൽ വാട്സാപ്പ് മുഖേനയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജിങ് പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ഇൻഫർമേഷൻ ബാക്കി ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഷെയർ ചെയ്യുന്നു, ആരൊക്കെയായിട്ട് ഷെയർ ചെയ്യുന്നു, നിങ്ങൾ അറിയാതെ തന്നെ ഫോർവേഡ്സ് നിങ്ങൾ വായിച്ചു നോക്കാതെ തന്നെയാണോ നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത്, അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ തന്നെ, ഇപ്പൊ നമുക്കെതിരെ എന്തെങ്കിലും ഓൺലൈനിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ത്രെറ്റ്സ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, ഒരു പരാതി രേഖപ്പെടുത്തുക. അപ്പൊ പരാതി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വരുന്ന ത്രെറ്റിന് നിങ്ങൾ ഓൺലൈനിൽ റെസ്പോണ്ട് ചെയ്യാൻ പോകരുത്. പരമാവധി തെളിവുകൾ കളക്ട് ചെയ്ത ശേഷമാണ് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി നമ്മളുടെ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരികയാണ്. സൈബർ കേസുകളുടെ എണ്ണം കേരളത്തിന്റെ അകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കേരള പോലീസിന്റെ പോർട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ 2022 ശേഷം 23 24 കാലയളവിൽ മൊത്തം സൈബർ കേസുകളുടെ രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സൈബർ കംപ്ലൈൻസിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 10 മടങ്ങ് കൂടിയിട്ടുണ്ട്. അതായത് അതിന് മുമ്പത്തെ കൊല്ലങ്ങളിൽ ഇപ്പൊ 2020 2021 300 400 കേസുകളൊക്കെയാണ് മൊത്തം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അതിന്റെ കണക്ക് 3000-ന് മുകളിലാണ്. അപ്പൊ ഈ 3000-ന് മുകളിലാണ് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടക്കുന്ന സംഭവങ്ങൾ കൂടുതൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് കേസാക്കി തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് പീപ്പിൾ ആർ ബിക്കമിങ് അവെയർ. അതായത് ആൾക്കാർക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, തീർച്ചയായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും കൂടുതൽ കേസുകൾ നമുക്ക് കാണുന്നത്. എങ്ങനത്തെ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അതായത് ഇതിനെ നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ എത്ര കേസുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഓൺലൈനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് അറ്റാക്കുകളാണ് ഓൺലൈനിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ ഉള്ള നമ്പർ, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള നമ്പർ അനുസരിച്ച്
നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിപ്പോ ഹൈ ലെവലിലാണ് നമ്മൾ കാണുന്നത്. ബട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് അതനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോ എന്തായാലും നമ്മൾ ടെക് ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനൊരു ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഒരുപാട് സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ഒക്കെ അവരുടെ പ്രൈവസിയിലേക്ക് കടന്ന് ബ്രീച്ച് ചെയ്യുന്ന തരത്തിൽ അവരുടെ ജീവൻ തന്നെ ഹാനിയാവുന്ന രീതിയിൽ ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്ന ഘട്ടത്തിൽ അതിൽ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം, എന്തായാലും നിയമപരമായ സഹായത്തിലേക്ക് പോവുകയും അതിനുള്ള സാധ്യതകൾ തേടുകയും ചെയ്യുക. ആൻഡ് ഓൾസോ റെസ്പോൺസിബിൾ ആയി ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ബേസിക് ആയിട്ട് വരുന്ന ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാനുള്ള പിൻ നമ്പർ മുതൽ തുടങ്ങുന്നുണ്ട് ആ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് നന്ദി സർ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.